സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്ത ആൾക്ക് കിട്ടിയത് കല്ല്. 1,85,000 രൂപ വിലയുള്ള ഫോണാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്തത്. ഇങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു അബദ്ധം പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നമ്മൾ ദ്വീപുകാർ ഒരുപാട് സാധനങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൽ കൂടുതലും സാധനങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഗോൾ 2020 IP ലോജിസ്റ്റിക് പോലുള്ള നമ്മുടെ കൊറിയർ ഏജൻസികളിലേക്കാണ് നമ്മൾ കൂടുതലും ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കൊമേഴ്സ് വെബ്സൈറ്റുകൾ നമുക്ക് ഒരു ആനുകൂല്യം തരുന്നുണ്ട്. ഓപ്പൺ ബോക്സ് ഡെലിവറി. അതായത് വില കൂടിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ചെയ്യാനുള്ള ഒരു സംവിധാനം അനുവദിക്കുന്നുണ്ട്. ഡെലിവറി ബോയ്ക്ക് നമ്മൾ OTP കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനമാണ്. എക്സാമ്പിൾ, നിങ്ങൾ ഫോണാണ് ഓർഡർ ചെയ്തതെങ്കിൽ ആ ഫോൺ നിങ്ങൾക്ക് ഓണാക്കി ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ OTP കൊടുത്താൽ മതി. അതാണ് ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ചെയ്യാതെയാണ് നിങ്ങളുടെ കൊറിയർ ഏജൻസി നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ ഈ പ്രൊഡക്റ്റ് എത്തിച്ചതിന് ശേഷമാണ് ഇത് ശരിയായ സാധനമല്ല എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അതിൻ്റെ റിട്ടേൺ പോളിസി പ്രകാരമുള്ള ഡേറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഓപ്പൺ ബോക്സ് ഡെലിവറി ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ സ്ഥിരമായി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ സ്ഥിരമായി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ചിലപ്പോൾ റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം റിട്ടേൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെളിവ് കൊടുക്കേണ്ടി വരും. തെളിവ് കൊടുത്താലേ അവർ വിശ്വസിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.